താനിത് എവിടെ പോയി ഇറങ്ങുക? അങ്ങനെ ചോദിച്ചാ ഈ വടിയും തോട്ടിയും കക്ഷത്തിൽ വെച്ച് എത്ര നേരം വെച്ചാ കുത്തിരിക്കുക? അതാ പറയണ മേലിറങ്ങി എന്തെങ്കിലും ചെയ്യാൻ. ആനയെ മാത്രമേ നോക്കുള്ളൂ എന്ന് വെച്ചാ കഷ്ട. ആനക്കാരെ ആനയല്ലാണ്ട് പന്നി നോക്കാൻ പറ്റുമോ? ഇതേ ആനയെ വാങ്ങാന്ന് പറയല്ലാണ്ട് വാങ്ങണോ ഒട്ടും കാണൂല. അല്ല, എന്താ വിചാരിച്ചിരിക്കുന്നത്? വാങ്ങാം എന്ന് ഒരാന ഉണ്ടെങ്കിൽ എന്താ വരുമാനം എന്നാ കരുതിയേ? തടി പിടിക്കാൻ പോയ ചില്ലറ കാശ. പിന്നെ അമ്പലത്തില് ഉത്സവങ്ങള്, ശീവേലിക്ക് ആനകൾ നിരക്കുമ്പോ ആളുകൾ ചോദിക്കും ആ കോലം മേറ്റിരിക്കണ ആന ആരുടെയാന്ന്. കുഞ്ഞിരാമന്റെ എന്നല്ല പറയാ, പുത്തമ്പരക്കിലെ അപ്പൂട്ടനാരുടെന്നാ. മോശാതാ. ദേ, കുത്തിത്തിരിപ്പുകാര് പലരും ഉണ്ടാവും. അതാ അസൂയ എന്നോടും ഇവിടത്തോടും. നമുക്ക് ആലോചിച്ച് ചെയ്യാം. ആലോചന തുടങ്ങിയിട്ട് കൊല്ലമൊന്നു കഴിഞ്ഞു. എന്നെ ഇപ്പൊ അവിടുന്ന് ഇവിടുന്നൊക്കെ വന്ന് വിളിക്കാഞ്ഞിട്ടല്ല, ഗുരുവായൂരിന്ന് വീണ്ടും ആളെ പറഞ്ഞയച്ചു. പറ്റില്ല എന്ന് പറഞ്ഞു. പുത്തമ്പുരക്കിലെ അപ്പുട്ടനാരുടെ ആനയും കൊണ്ട് ഈ നാട്ടിൽ നടക്കണമെന്ന് എന്റെ ഒരു വാശിയാ. എന്തേ? എന്തിനും അതിൻ്റെതായ സമയവും കാലമുണ്ട് ഇല്ലേ? അതും അധികം വൈകാണ്ട് വാങ്ങാം. താൻ ഇപ്പോൾ ഒരു കാര്യം ചെയ്യുക, ആ കുട്ടപ്പനാശാരിയോടൊന്ന് വരാൻ പറയുക. തൊഴുത്ത് വടക്ക് ഭാഗത്തേക്ക് മാറ്റാൻ പറഞ്ഞിരിക്കുന്നു പണിക്കര്. 2 നല്ല പശുക്കളെയും നോക്കണം. തൊഴുത്തിൻ്റെ സ്ഥാനം മാറ്റിയാൽ നാൽക്കാലികൾ വാഴൂന്നാ പറഞ്ഞേ. പിന്നെ കുഞ്ഞിരാമന് കുട്ടിയിരുന്ന് മുഷിയേം വേണ്ട. അവറ്റുങ്ങളെ തീറ്റയും കുളിപ്പിക്കുകയും ഒക്കെ ആവാലോ. ഞാനോ? പശുക്കളെ നോക്ക്, ഒരാനക്കാരനാ ഞാൻ. ജാനയമ്മ ഈ പറഞ്ഞത് കേട്ടുവോ? കേട്ടു. ആനയില്ലാത്തടത്ത് എന്തിനാ ആനക്കാരൻ? ആനയെ നോക്കണമെങ്കിൽ ആനയുള്ളിടത്ത് പോവാ, അല്ലാണ്ട്. തൊഴുത്തുപ്പ് എങ്ങടാ മാറ്റണെന്ന് പറഞ്ഞേ? ഒന്ന് നോക്കട്ടെ ഞാൻ. താനിത് എങ്ങടാ? ഇങ്ങടല്ലല്ലോ, ഇങ്ങടാ. എന്തെങ്കിലും വഴി തരുന്നേ. ടോക്കൺ ഇട്ടല്ലേ? അതെ. ഒന്ന് വേഗം ക്യാഷ് കിട്ടിയ ഉപകാരമായി. സേവിങ്സ് ബാങ്കിൽ അടിച്ചിട്ട് സാർ പറഞ്ഞു. സേവിങ്സ് ബാങ്ക്. സോറി, കഴിഞ്ഞില്ല, ഇപ്പൊ തരാന്ന് പറയൂട്ടോ. അതെ, കണ്ണും മനസ്സും വേറെ എല്ലായിടത്തായാൽ കണക്ക് തെറ്റ് കേട്ടോ. അറിഞ്ഞില്ലേ പുതിയ സ്കീം? ഹൗസിംഗ് ലോൺ കൂടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കുത്തിരിക്കാൻ നേരം കിട്ടില്ല. എങ്ങനെ മാനേജ് ചെയ്യുന്നു എനിക്കെന്നെ അറിയില്ല. ഒരു ശാരദ അറിയോ തൃശ്ശൂർ ബ്രാഞ്ചിലെ? അറിയും. എന്തേ? അല്ല, ഇന്നാൾ അവരെ ഞാൻ പരിചയപ്പെട്ടു. അപ്പൊ പറഞ്ഞു അവിടെ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ടെന്ന്. അവിടെ വെച്ചായിരുന്നു വിവാഹം അല്ലേ? ശാരദേച്ചി ഒരു സാക്ഷിയായി രജിസ്റ്റർ ഓഫീസർ ഒപ്പിട്ടോന്ന് പറഞ്ഞു. ആ കുട്ടി നന്നായി ഡാൻസ് ചെയ്യുമായിരുന്നല്ലേ? കോളേജിൽ വെച്ച പരിചയം അതോ പ്രോഗ്രാമിനൊക്കെ കണ്ടിട്ടോ? ഞാൻ പോട്ടെ. അയ്യോ, വിഷമമായോ ചോദിച്ചത്? സോറി കേട്ടോ.
ബാങ്കിൽ നിന്ന് ഇറങ്ങിയാൽ നിനക്ക് വീട്ടിൽ വന്നൂടെ? എന്തിനാ അവിടെ എവിടെയൊക്കെ ഒറ്റയ്ക്ക് പോയിരിക്കണേ? അമ്മ ആകെ പരിഭ്രമിച്ചിരിക്കുക. മോനെ, ഒക്കെ വിധിയാ. നമ്മൾ സഹിക്കാണ്ട് പറ്റുമോ? എന്തെല്ലാം കണ്ടവനാടാ ഞാൻ. ബാ. മോനെ, അവിടെ വെച്ചേക്കൂ. പച്ച അവിടെ ഇരിക്കും. കുടിച്ച് ഗ്ലാസ് ഇങ്ങിതാ. അമ്മ അവിടെ വെച്ചേക്കൂ, ഞാൻ കുടിച്ചോളാം. ഉം. അമ്മ ഒരു കാര്യം പറഞ്ഞ മോൻ ദേഷ്യപ്പെടുവോ? ഷാരത്തെ സുജാതയെ അടുത്തെങ്ങാനും കണ്ടിട്ടുണ്ടോ നീയെ? നമ്മുടെ കേശവൻ നായരുടെ മോള് ഇപ്പൊ വലിയ പെണ്ണായി. ഭാര്യത്തെ തങ്കക്കുട്ടിയുടെ കല്യാണത്തിന് പോയപ്പോഴാ അമ്മ കണ്ടത്. സുന്ദരിയാ, നല്ല സമ്പ്രദായം. പാലക്കാട്ട് കോളേജിലാ പഠിക്കുക. അച്ഛൻ അത്രടം വരെ ഒന്ന് പോണമെന്നും പറഞ്ഞിരിക്കുക. എന്തിന്? എന്തിനാന്ന് അറിഞ്ഞൂടെ നിനക്ക്? വയ്യെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞു. എന്നും ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയാന്നാ വിചാരിച്ചിരിക്കണേ? ഞങ്ങൾക്കും ചില മോഹങ്ങളൊക്കെ ഉണ്ട്. കഴിയണില്ലമ്മേ, ഒന്നും മറക്കാൻ കഴിയണില്ല. ശ്യാമയുടെ സ്ഥാനത്ത് വേറൊരു പെൺകുട്ടി വേണ്ട. ആ ഓർമ്മകൾ മതി, അത് തന്നെ ധാരാള.